ഒരു മനുഷ്യൻ എല്ലാ ദിവസവും യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ 129 വട്ടം പറഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ സംഗതിയുണ്ടോ അതൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവൽ കൊടുക്കും. വേദനകൾ മാറാൻ 129 തവണ ഓതി ഒരു രോഗിയെ മന്ത്രിച്ചാൽ അവന്റെ രോഗത്തിന് ശിഫ കിട്ടും. 129 വട്ടം വേദനിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കൈ വെച്ച്, നമ്മുടെ കൈ വേദനയാണ്, അപ്പൊ അവിടെ വെച്ചിട്ട് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് ഇങ്ങനെ തടവിക്കൊണ്ട് നമ്മൾ 129 വട്ടം പറഞ്ഞാൽ ആ വേദന ശമിക്കുമെന്നാണ്. അതുപോലെ മാനസികമായ പ്രയാസം, ടെൻഷൻ, ഡിപ്രഷൻ, നാണക്കേട്, നാണം കെട്ടുപോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 129 വട്ടം പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. ഇനി നമ്മുടെ ഹലാലായ ഉദ്ദേശം സഫലീകരിച്ച് കിട്ടാൻ നമുക്കൊരു നല്ല ഉദ്ദേശമുണ്ട്, ഹലാലായ മുറാദുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ കാര്യം, കടം ഒരുപാടുണ്ട്, കടം മാറാൻ, അതുപോലെ വിവാഹം ശരിയാവാൻ, അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു അല്പം ഉയർന്ന കുറച്ചുകൂടി നമുക്ക് വേഗത്തിൽ കിട്ടേണ്ട, നമുക്ക് ജീവിതത്തിൽ കൂടുതലായി വേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ വീട് നമുക്ക് ജീവിതത്തിൽ വേണ്ടതാണ്, ഒരു വിവാഹം ശരിയാവുക നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്, രോഗങ്ങൾ മാറുക ജീവിതത്തിൽ വേണ്ടതാണ്, അല്ലെ? നമുക്ക് നല്ലൊരു ജോലി കിട്ടുക, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേഗത്തിൽ കിട്ടിയാൽ അത്രയും അധികം ഹൈറാൻ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ മഹത്തുക്കൾ പറഞ്ഞു തരുന്ന ഈ ഇസ്മ ചൊല്ലേണ്ട ചില രൂപമുണ്ട്. അതായത് ഇശാ നമസ്കാരം, എല്ലാ നമസ്കാരവും കൃത്യമായി നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ ഇശാ നമസ്കാരം നിസ്കരിച്ചിട്ട് ആ ഇശാ നമസ്കാരത്തിന്റെ വുളു ഉണ്ടല്ലോ, ഇനി വുളു മുറിഞ്ഞാൽ പോയി വുളു എടുത്തിട്ട് വരിക, എന്നിട്ട് കിബിലയിലേക്ക് ഇരിക്കുക, കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് 16,641 16,641 16,641 തവണ ഈ ഇസ്മ യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് അങ്ങനെയോ അല്ലെങ്കിൽ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് അങ്ങനെയോ ഒരു മനുഷ്യൻ ചൊല്ലുന്നു. എത്ര തവണ? 16,641 തവണ. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഇനി ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തീർക്കാൻ പറ്റില്ല, എന്തെങ്കിലും തിരക്ക് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എങ്കിൽ ഒരു 3 ദിവസം കൊണ്ടെങ്കിലും ഇത് നമുക്ക് പറഞ്ഞു തീർക്കുക. എല്ലാ ദിവസവും ഇശാ നമസ്കാരം കഴിഞ്ഞ് അതേ രൂപത്തിൽ തന്നെ ഇരുന്ന് നമ്മൾ പറയുക.